പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എം നോട്ട്സിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എ കംപ്ലീറ്റ് കരിയർ പാത്ത് എന്നുള്ള ഹയർ എഡ്യൂക്കേഷൻ സീരീസിലെ ഡിഗ്രി പ്രോഗ്രാമുകളിലെ 50 ഡിഗ്രി പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തുന്നതിൽ രണ്ടാമത്തെ ഡിഗ്രി ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള BA എക്കണോമിക്സ് എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. BA എക്കണോമിക്സിന്റെ പ്രത്യേകത നമുക്കറിയാം. ഹ്യൂമാനിറ്റീസ് വിഷയത്തിൽ, കൊമേഴ്സ് വിഷയത്തിൽ, ആർട്സ് വിഷയത്തിൽ കമ്പൾസറി പഠിക്കാനുള്ള ഒരു പേപ്പറാണ് +2 തലത്തിൽ. അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് ബിരുദ തലത്തിലും ബിരുദാനന്തര ബിരുദ തലത്തിലും നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസിലടക്കം എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ ഉള്ളത് അല്ലെങ്കിൽ കോളേജുകൾ ഉള്ളത്, കോഴ്സസ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എക്കണോമിക്സിലാണ്. തൊഴിൽ സാധ്യതകൾ പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും എക്കണോമിക്സിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും മാത്തമാറ്റിക്സിന്റെയും അപ്ലിക്കേഷൻസ് ഉണ്ട്. സോഷ്യൽ സയൻസിലെ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് സോഷ്യൽ സയൻസ് വിഷയത്തിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ തലയെടുപ്പുള്ള ഒരു പ്രോഗ്രാമാണ് എക്കണോമിക്സ് എന്ന് നമുക്ക് പറയാം. ഒരു PhD ലെവലിൽ എക്കണോമിക്സിലേക്ക് എത്താൻ, MA എക്കണോമിക്സിലേക്ക് എത്താൻ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു താഴെത്തട്ടിലൂടെ പോകുന്നത് വളരെ നല്ലത് ആയിരിക്കും. BA എക്കണോമിക്സിലൂടെ നമുക്ക് MA എക്കണോമിക്സും തുടർന്ന് പോകാം. പക്ഷെ BA എക്കണോമിക്സും ഉണ്ടെങ്കിലേ MA എക്കണോമിക്സിനെ എടുക്കാവൂ എന്നുള്ള നിബന്ധനയൊന്നും ഇല്ല. ഒരു യൂണിവേഴ്സിറ്റിയിലും കൂടുതൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഡിഗ്രി തലത്തിൽ പഠനം നിർത്തി ഒരു എളുപ്പത്തിൽ ഒരു ഡിഗ്രി, എന്നാൽ എനിക്ക് കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡിഗ്രി കിട്ടട്ടെ, ഒരു സോഷ്യൽ സയൻസ് പ്രോഗ്രാം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് BA എക്കണോമിക്സ് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും. ഈ പ്രോഗ്രാമില് IGNOU ഉന്നം വെക്കുന്നത് 4 ഒബ്ജക്റ്റീവാണ്. ആ ഒബ്ജക്റ്റീവ് ഞാൻ ഒന്ന് കൃത്യമായി പറയാം. ആനുകാലികമായ വിഷയത്തിൽ കൺകറന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, തിയറിറ്റിക്കൽ കോമ്പണന്റും പ്രാക്ടിക്കൽ കോമ്പണന്റും രണ്ടും തമ്മിൽ സമന്വയിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് IGNOU ഇതിന് നൽകുന്നത്. ഒരു തിമറ്റിക് അപ്രോച്ചാണ് ഇവിടെ IGNOU ഫോളോ ചെയ്യുന്നത്. അത് മാത്രമല്ല, പ്രൊവൈഡ് to the learners with the informations and the skills necessary to understand how can life. ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ മേഖലകളിലും, തൊഴിൽ മേഖലകളിലും, അതുപോലെ തന്നെ സാമൂഹ്യ മേഖലകളിലും, രാഷ്ട്രീയ മേഖലകളിലും, കുടുംബ മേഖലകളിലും, കുടുംബ ബഡ്ജറ്റ് അടക്കമുള്ളത്, ഇങ്ങനെയുള്ള സമസ്ത മേഖലകളിലും പഠിതാക്കൾക്ക് അഡ്വക്കേറ്റ് ഇൻഫർമേഷൻസും അതിനനുയോജ്യമായ നൈപുണ്യം അഥവാ കഴിവും നൽകുക എന്നുള്ളത് ഈ പ്രോഗ്രാമുകളിലൂടെ IGNOU ഉന്നം വയ്ക്കുന്നു. മറ്റൊന്ന് തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ്. മാത്രമല്ല, എൻവയോൺമെന്റൽ ഇഷ്യൂസസ്, സോഷ്യൽ ഇഷ്യൂസസ്, ജെൻഡർ ഇഷ്യൂസസ്, അങ്ങനെ നാട്ടിലുള്ള കുറെ പാരിസ്ഥിതിക സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം നൽകുകയും അതിന് പകരമായി എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാം, ഒരു തൊഴിലധിഷ്ഠിത, അതുപോലെ തന്നെ വൊക്കേഷണൽ, ജോബ് ഓറിയന്റഡ്, ഈ പ്രപഞ്ചത്തെ കൂടുതൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ലെവലിലേക്ക്, വായനയ്ക്ക് അപ്പുറം സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും നൈപുണ്യം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഇതിലൂടെ IGNOU ഉന്നം വയ്ക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, IGNOU ഫോളോ ചെയ്യുന്ന ഈ പ്രോഗ്രാം എല്ലാം തന്നെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. അത് എന്താണ് എന്ന് ഞാൻ തുടരെ വിശദീകരിക്കുന്നുണ്ട്. ഇതിന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോസിലും ഉണ്ട്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഇന്റർ ഡിസിപ്ലിനറി കണക്ഷൻസ് IGNOU നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്താണ് ഇന്റർ ഡിസിപ്ലിനറി? 2 അല്ലെങ്കിൽ 3 വിഷയങ്ങൾ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് അവ തമ്മിൽ പരസ്പരം പൂരകങ്ങളായി, ചിലപ്പോൾ അത് പൂരകങ്ങളും ചിലപ്പോൾ അത് അനുപൂരകങ്ങളുമായിട്ട്, കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ സപ്ലിമെന്റ് ആയിക്കൊണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലിമെന്റ് ആയിക്കൊണ്ട്, ആ 2 ട്യൂണിലും തന്നെ നമുക്ക് എടുക്കാം. കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണ്, സപ്ലിമെന്റ് ടു ഈച്ച് അതറുമാണ്. അങ്ങനെയുള്ള ഇന്റർ ഡിസിപ്ലിനറി ഒരു പ്രോഗ്രാംസ് നമുക്ക് ഇവിടെ
ഡെവലപ്പ് ചെയ്യുന്നു. ഇഗ്നോ നൽകുന്ന ഈ പ്രോഗ്രാമുകൾ എല്ലാം തന്നെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. BA എക്കണോമിക്സ് പഠിക്കുന്നതിന് +2 തലത്തിൽ ഏത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളവർക്കും എനി +2 10+2 അംഗീകൃത 10ാം ക്ലാസ്, അംഗീകൃത +2, ഗവൺമെന്റ് അംഗീകൃത +2, അത് അല്ലെങ്കിൽ ഓർ ഇറ്റ്സ് ഈക്വലന്റ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 3 കൊല്ലത്തെ പോളിടെക്നിക് കഴിഞ്ഞവരാണ് +2വിന് പകരം, അല്ലെങ്കിൽ VHSC ചെയ്തവരാണ്, ITI ഗവൺമെന്റിന്റെ ITI ചെയ്തവരാണ്, ഏതെങ്കിലും ഒരു സ്കിൽ പ്രോഗ്രാം 2 കൊല്ലത്തെ ചെയ്താൽ പോരാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 കൊല്ലത്തെ വേറെ ഏതെങ്കിലും ഒരു അണ്ടർ ക്വാളിഫൈഡ് പ്രോഗ്രാം ചെയ്താൽ പോരാ, ഗവൺമെന്റ് അംഗീകൃത +2വിന് തുല്യമായ 2 കൊല്ലമുള്ള ഏത് പ്രോഗ്രാം ചെയ്തവർക്കും ഇതിന് ഓർ ഇറ്റ്സ് ഈക്വലന്റ് എന്നുള്ള കാറ്റഗറിയിൽ കയറി നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 2 മാധ്യമത്തിലാണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ഉള്ളത്. വീണ്ടും ശ്രദ്ധിക്കുക, എക്കണോമിക്സ് പോലുള്ള തനത് ഗാംഭീര്യം നിറഞ്ഞ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും എപ്പോഴും അന്വേഷിക്കുന്നത് പോലെ, സാർ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, അറിയാത്തത് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജ്ഞാന സമ്പാദനത്തിൽ ശ്രദ്ധിക്കേണ്ടത്. 3 കൊല്ലമാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒരു കാര്യം ഓർക്കൂ, 1ാം ക്ലാസ് മുതൽ തന്നെ നിങ്ങൾ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഏക വിഷയം ഇംഗ്ലീഷാണ്. ആ ഇംഗ്ലീഷിന് ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇംഗ്ലീഷിൽ വായിച്ച്, ഇംഗ്ലീഷിൽ മനസ്സിലാക്കി, ഇംഗ്ലീഷിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് സ്കോർ നേടാവുന്നതാണ്. മറ്റേത് വേറെ ഒരു തർജ്ജമയൊക്കെ, ട്രാൻസ്ലേഷനൊക്കെ മനസ്സിന്റെ അകത്തേക്ക് ഇങ്ങനെ കിടന്ന് വല്ലാണ്ട് പ്രളയം പോലെ പ്രവഹിച്ച് അത് പരീക്ഷാ ഹാളിൽ ആപ്റ്റായി ചില വാക്കുകൾ വന്നില്ലെങ്കിൽ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ 3 കൊല്ലത്തെ ഈ പഠനത്തിൽ വളരെ ഭംഗിയായി നിങ്ങൾക്ക് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, വളരെ മനോഹരമായി ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് പോകാവുന്നതാണ്, പരീക്ഷ എഴുതി പോകാവുന്നതാണ്. ഓർക്കുക, മലയാളത്തിൽ പരീക്ഷ എഴുതിയാൽ വാല്യൂ ചെയ്യില്ല എന്ന് പ്രത്യേകം ഓർക്കുക. നിങ്ങൾ ആദ്യമേ ഒന്നിലെ ഹിന്ദി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ആ മീഡിയത്തിലൂടെ നന്നായി പഠിച്ച് മുന്നേറുക. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം 3 കൊല്ലമാണ്. ഡിഗ്രിയുടെ 3 കൊല്ലമാണ്. 6 സെമസ്റ്ററിലൂടെയാണ്. ഇപ്പോൾ ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഇപ്പോൾ ചില പ്രോഗ്രാമുകൾ 6 മാസം കൂടുമ്പോൾ തന്നെ കൃത്യമായി നടത്തുന്നുണ്ട്. അതായത് BCA, അതുപോലെ തന്നെ BBA തുടങ്ങിയ പ്രോഗ്രാമുകളെല്ലാം അതിന് ഉദാഹരണം. മറ്റു പ്രോഗ്രാമുകൾ 1 വർഷത്തേക്ക് 2 സെമസ്റ്റർ ക്ലബ് ചെയ്തിട്ടാണ്. അങ്ങനെ 2 സെമസ്റ്റർ, ഓരോ കൊല്ലം, അങ്ങനെ 3 കൊല്ലത്തിൽ 6 സെമസ്റ്റർ എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ തുടക്കത്തിൽ ഇഗ്നോ അത് നമുക്ക് നൽകുന്ന സംഗതി. വളരെ നാമമാത്രമായ ഫീസാണ്, എടുത്താൽ പൊന്താത്ത ഫീസ് ഒന്നുമല്ല. നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് മെറ്റീരിയൽസ് വേണം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് മെറ്റീരിയൽ വേണ്ട സോഫ്റ്റ് കോപ്പി മതി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ എടുക്കുമ്പോൾ കേരളത്തിലുള്ള എല്ലാ റീജിയണൽ സെന്ററുകളുടെ നേതൃത്വത്തിലും എല്ലാ സ്റ്റഡി സെന്ററിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എന്നെ പോലുള്ള എഡ്യൂക്കേഷണലിസ്റ്റുകളും ഇഗ്നോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നും മനസ്സിലാക്കുക. എന്റെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൃത്യമായി എന്റെ 2 മൊബൈൽ നമ്പർ തന്നിട്ടുണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇട്ട് എന്റെ റിപ്ലൈ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായി പെട്ടെന്ന് തന്നെ ഇല്ല എങ്കിലും ഞാനൊരു എഡ്യൂക്കേഷണലിസ്റ്റ്, വളരെ കൃത്യമായി കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു സേവനമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എംനോട്ട്സിലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഇഷ്ടംപോലെ എന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും വിളിക്കാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള ഹെൽപ്പും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇഗ്നോ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ഓർക്കുക, ഈ BA എക്കണോമിക്സിനാണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. BA എക്കണോമിക്സിലൂടെ MA എക്കണോമിക്സ് എടുത്ത് അതിലൂടെ ഉയരങ്ങളിലേക്ക് പോയി ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് നേടാവുന്നത് എന്ന് ഇതിനു മുമ്പുള്ള MA എക്കണോമിക്സ് വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ കേൾക്കണം. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഒരു ജോക്ക് വീഡിയോ അല്ലെങ്കിൽ ഒരു ടിക്ടോക്ക് ഏതെങ്കിലും ഒരു 5 മിനിറ്റ്, 4 മിനിറ്റ്, 2 മിനിറ്റ്, 1 മിനിറ്റ്,
മിനിറ്റ് അല്ലെങ്കിൽ 10 സെക്കൻഡ് 30 സെക്കൻഡ് 40 സെക്കൻഡ് കണ്ടുള്ള ഒരു ജോക്കിനുള്ള ഒരു സമയമല്ല. വിലയേറിയ ജ്ഞാന നിർമ്മിതിവാദമാണ് ഇവിടെ നടക്കുന്നത്, ജ്ഞാന സമ്പാദ്യമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിപൂർണമായി കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക എന്ന് കാര്യങ്ങൾ ഉറപ്പിക്കുക. അതല്ല എങ്കിൽ നാളെ മറ്റൊരാളുടെ മുമ്പിൽ നിങ്ങൾ അപഹാസ്യരായി നിൽക്കേണ്ട അവസ്ഥ വരും. അയ്യോ എനിക്കിത് അറിയില്ലല്ലോ എന്ന് വേറെ ഒരാളുടെ അടുത്തേക്ക് പോകേണ്ടി വരും. കൂട്ടുകാർ തമ്മിൽ പരസ്പരം തന്നെ ഒരു പിയർ കമ്പാരിസനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒന്നും അറിയാത്ത ഒരാൾ തല ചൊറിഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ നിൽക്കേണ്ട ഗതികേട് വരരുത്. ഇത്തരത്തിലുള്ള എംനോട്ട്സിന്റെ വീഡിയോ പൂർണ്ണമായി കാണുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലാണ് എല്ലാം ഞാൻ ഉദ്ധരിക്കുന്നത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങളോട് പറയാനുള്ളത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ സ്വദേശത്തും വിദേശത്തുമായി എംനോട്ട്സിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയി ഉണ്ട്. അവരെല്ലാവരും തന്നെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനിലെ കരിയർ ഗൈഡൻസിന്റെ ഒരു ചാകരയാണ്. എല്ലാ തരത്തിലുമുള്ള ഒറിജിനൽ ആയിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടും പല തരത്തിലുള്ള വൺ സിറ്റിംഗിൽ ഡിഗ്രി തരാമെന്നൊക്കെ മോഹിപ്പിക്കുന്ന ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. ജെനൈൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻസ് പങ്കുവെക്കാനും പരസ്പരം കൈകോർക്കാനും നമ്മൾ ഒന്നിക്കാം എന്നുള്ളതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഇഗ്നോ നൽകുന്നത് ഓരോ സെമസ്റ്ററിലും 22 ക്രെഡിറ്റ് വീതമാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത്. 22 × 6 എന്ന് പറയുന്നത് 132 ക്രെഡിറ്റ്. ഓരോ സെമസ്റ്ററിലും 22 ക്രെഡിറ്റ്. അത് മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. നിങ്ങൾ ഏത് സബ്ജക്ട് വേണമെങ്കിലും പഠിച്ചോളൂ. ആന്ത്രപ്പോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സോഷ്യോളജി, ഉറുദു, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, എഡ്യൂക്കേഷൻ, മാത്തമാറ്റിക്സ് 14 പ്രോഗ്രാം ഇഗ്നോ നൽകുന്നു BA ജനറലിലൂടെ. ഈ 14ൽ നിങ്ങൾ ഏത് പഠിക്കുകയാണെങ്കിലും തന്നെ ടോട്ടൽ 132 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓരോ സെമസ്റ്ററിലും 22 ക്രെഡിറ്റ്, ഓരോ കൊല്ലം 44 ക്രെഡിറ്റ്. അങ്ങനെ 44 ക്രെഡിറ്റ് വീതമുള്ള 3 പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതില് 5 തരത്തിലുള്ള പ്രോഗ്രാമാണ് അല്ലെങ്കിൽ 5 തരത്തിലുള്ള കോഴ്സസ് ആണ് ഇഗ്നോ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് കോർ കോഴ്സസ് ആയി പറയാം. നമുക്ക് കോർ കോഴ്സസ് CC എന്നാണ് പറയുക. 72 ക്രെഡിറ്റ് കോർ കോഴ്സസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ അതിൽ ഉപരിയായിക്കൊണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് DSC എന്ന് പറയും. ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്നുള്ളത് 24 ക്രെഡിറ്റിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ്, ഇത് എല്ലാം ഈ പറഞ്ഞ എല്ലാ പ്രോഗ്രാമിലും ഇങ്ങനെ തന്നെയാണ്, ഈ 5 ഘട്ടങ്ങളിലൂടെ. അപ്പൊ ഈ 5 ഘട്ടങ്ങളിലും ചില കോഴ്സുകൾ അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾ ഇഗ്നോ അത് ഒരുക്കി വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൃത്യമായി ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതിനാണ് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ വീഡിയോ കമ്പൾസറി ഫുള്ളി നിങ്ങൾ വാച്ച് ചെയ്യണം എന്ന് പറയുന്നത്. കൃത്യമായി നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ബൂമറാങ് പോലെ കുറെ ദിവസത്തിന് ശേഷം എത്രയോ ആളുകൾക്ക് ഡിസ്ക്രിപ്പൻസീസ് വരാറുണ്ട്, അപാകതകൾ വരാറുണ്ട്, അതുപോലെ തന്നെ കറക്ഷൻസ് വരാറുണ്ട്. സാർ ഞാൻ അറിയാതെ കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു പോയി, ഇനി എനിക്ക് എന്റെ കാശ് തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ എന്റെ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ആയിരക്കണക്കിന് കുട്ടികൾ ദിനംപ്രതി കമന്റ് ബോക്സിൽ വരാറുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു ഓപ്പൺ സോഴ്സിൽ നിന്നുകൊണ്ടാണല്ലോ, ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ്. എംനോട്ട്സിലെ എല്ലാ കമന്റുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പല സംശയങ്ങൾ കുട്ടികളുടെ ഇടയിൽ വരുന്നു. അത് വരരുത്, അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ ഇത് പൂർണ്ണമായി വാച്ച് ചെയ്യണം എന്ന് പറയുന്നത്. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്, ഇതൊരു അഡ്മിഷൻ ക്ലാസ് ആണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എന്നുള്ള നിലക്ക് AECC എന്ന് പറയുന്ന പ്രോഗ്രാം, എബിലിറ്റി അത് നമുക്ക് 8 ക്രെഡിറ്റ് ആണ് പഠിക്കാനുള്ളത്. 8 ക്രെഡിറ്റ്. ഇന്ന് ഈ വളരെ പ്രശ്നസങ്കീർണമായിട്ടുള്ള പാൻഡമിക് സിറ്റുവേഷനിലെ, പാരിസ്ഥിതിക പ്രശ്നത്തില്, ഡിസാസ്റ്റർ ഇഷ്യൂസില്, ഇങ്ങനെയുള്ള കുറെ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദുരന്ത അല്ലെങ്കിൽ
പാരിസ്ഥിതിക പ്രശ്നമുള്ള ഈ കാലഘട്ടത്തിൽ എൻവയോൺമെന്റൽ സ്റ്റഡിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പ്രിമിറ്റീവ് പൗരാണികമായി തന്നെ നമ്മൾ ചെയ്യേണ്ട ചിന്തകളിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങളാണ്. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പാരിസ്ഥിതിക സൗഹൃദ സാമൂഹ്യ സൗഹൃദ അന്തരീക്ഷം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ള ഒരു സാമൂഹ്യ ധർമ്മത്തോടു കൂടിയാണ് ഇഗ്നോ ഇങ്ങനെയുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് നമുക്ക് 8 ക്രെഡിറ്റിലൂടെ നൽകുന്നത്. പിന്നെ 16 ക്രെഡിറ്റ് ഉള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ് നമുക്ക് നൽകുന്നത്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാം. ഒരു എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾ വേണമെങ്കിൽ സൈക്കോളജി എടുക്കാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എടുക്കാം, അല്ലെങ്കിൽ സോഷ്യോളജി എടുക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം. അതിന് ചില പ്രത്യേക പ്രോഗ്രാമുകൾ തന്നിരിക്കുന്നു. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും 2 നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ പാറ്റേൺ എങ്ങനെയാണ് എന്ന് ഈ വീഡിയോയുടെ 3ാം ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നതായിരിക്കും. 4ാമത്തെ ഏരിയ എന്ന് പറയുന്നത് കമ്പൾസറി ഏരിയ അല്ലെങ്കിൽ കോഴ്സ് ഡിസൈൻ എന്ന് പറയുന്നത് കാറ്റഗറി എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ളതാണ്. SEC സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മളിൽ തന്നെ ചില സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി, അതും തന്നെ ഒരു ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാം ആണ് പരസ്പരം എന്ന് മനസ്സിലാക്കുക. മറ്റൊരു സംഗതി ജനറിക് എലക്ടീവ്സ് എന്നുള്ളത്, GE ജനറിക് എലക്ടീവ്സ്. ചില പ്രത്യേക എലക്ടീവ്സ്, ചില പ്രത്യേക ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റുകൾ പരസ്പരം കോർത്തിണക്കിക്കൊണ്ടുള്ളത്. നമ്മൾ പണ്ടുള്ള ഫോളോ ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ സബ്സിലറീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആൻസിലറീസ് എന്ന് പറയാം. അങ്ങനെ ഒരു മെയിൻ സബ്ജക്റ്റും സബ്സിലറി സബ്ജക്ട്സുകൾ എന്ന് പറയുന്നത് പോലെ അതിന് പകരമായി ഈ അഭിനവ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ടേമാണ് ജനറിക് എലക്ടീവ്സ് എന്നുള്ള. അങ്ങനെയുള്ള ജനറിക് എലക്ടീവ്സും കൂടി ചേർന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏത് ഡിസിപ്ലിനിൽ ഏത് സബ്ജക്റ്റിലാണോ പഠിച്ചിരിക്കുന്നത് ആ പഠനത്തിലാണ്, ആ പേരിലാണ് നിങ്ങളുടെ BA അറിയപ്പെടുക. അത് ഏറ്റവും കൂടുതൽ എക്കണോമിക്സ് ആണ് ഈ വീഡിയോയിൽ ഊന്നി പറയുന്നത്. മുൻ വീഡിയോയിൽ ആന്ത്രപ്പോളജിക്ക് ഊന്നൽ കൊടുത്തു, ഈ വീഡിയോയിൽ എക്കണോമിക്സിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു. അപ്പൊ ഈ 5 കോമ്പണന്റ് ഉള്ള ഈ 5 കോമ്പണന്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു: കോർ കോഴ്സസ്, discipline specific electives, ability enhancement compulsory courses, skill enhancement courses, generic electives. 72 ക്രെഡിറ്റ്, 24 ക്രെഡിറ്റ്, 8 ക്രെഡിറ്റ്, 16 ക്രെഡിറ്റ്, 12 ക്രെഡിറ്റ്, അങ്ങനെ 132 ക്രെഡിറ്റിലൂടെ നമുക്ക് ഇഗ്നോയില് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമ്മില് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 2 കോഴ്സ് ഫസ്റ്റ് സെമ്മില്, സെക്കൻഡ് സെമ്മില് 2 കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. 6 ക്രെഡിറ്റ് വീതം, മൊത്തം 6 ക്രെഡിറ്റ് വീതം 2 എണ്ണം എടുത്താൽ 12 ക്രെഡിറ്റിനുള്ളത് നമുക്ക് ലഭ്യമാണ്. അങ്ങനെ 3 കൊല്ലവും കൂടി വരുമ്പോൾ നമുക്ക് 72 ക്രെഡിറ്റ് കിട്ടുന്നു 12 സെമസ്റ്ററിലൂടെ. അപ്പൊ 2 കോഴ്സ് ഓരോ സെമ്മിനും, 4 കോഴ്സ് ഒരു കൊല്ലത്തിന്. അപ്പൊ 4 എന്ന് പറയുമ്പോൾ 24 പ്ലസ് 24 പ്ലസ് 24 72 ക്രെഡിറ്റ് 3 കൊല്ലത്തിനും കൂടി വരുന്നു. ഫസ്റ്റ് സെമ്മിലെ ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷോ ഹിന്ദിയോ നമുക്ക് ആവശ്യമായിട്ടുള്ള മലയാളമോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ DCC 1B എന്നുള്ള ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതായത് ഒരു ലാംഗ്വേജും 2 സബ്ജക്റ്റുമാണ് നമ്മൾ ഈ മേഖലയിൽ എടുക്കുക എന്നുള്ളത് ഓർത്തു വെക്കുക. കുറച്ചും കൂടി വിശദീകരിച്ച് പറയുകയാണ് എങ്കിൽ, എക്കണോമിക്സ് വിഭാഗത്തില് നമ്മൾ ഈ ഡിസിപ്ലിൻ വൈസ് കോഴ്സസ് ആയിട്ട് കോർ കോഴ്സസ് സെലക്ട് ചെയ്യുന്നത് എക്കണോമിക്സില് ഫസ്റ്റ് ഇയറിലേക്ക് സെക്കൻഡ് ഇയറിലേക്കും ഉള്ളത് സ്പെസിഫിക് കോർ കോഴ്സസ് എന്ന് പറയുന്നത് BECC 131, പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് 1, പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് 2, പ്രിൻസിപ്പിൾസ് ഓഫ് മാക്രോ എക്കണോമിക്സ് 1, പ്രിൻസിപ്പിൾസ് ഓഫ് മാക്രോ എക്കണോമിക്സ് 2 എന്നുള്ളത് 6 ക്രെഡിറ്റ് വീതമുള്ളതാണ് ഈ കോർ കോഴ്സസിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഡിസിപ്ലിൻഡ് സ്പെസിഫിക് കോഴ്സസ് എന്ന് പറയുന്നതിന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നത് 24 കോഴ്സസ് ആണ്. അവിടെ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും നമുക്ക് പഠിക്കേണ്ടതില്ല. ഫിഫ്ത്ത് സെമ്മിലും സിക്സ്ത് സെമ്മിലും ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ട് ഒരു ഈ പറഞ്ഞ ഏതെങ്കിലും 2 സബ്ജക്റ്റുകൾ, നമ്മൾ ഈ നേരത്തെ പഠിച്ച സബ്ജക്റ്റ് അല്ലാത്ത മറ്റ് 2 സബ്ജക്റ്റുകൾ നമ്മൾ, അതായത് 145 എന്നുള്ള കോഡോട് വരുന്ന സബ്ജക്റ്റുകളിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം 5ാമത്തെ സെമസ്റ്ററിലേക്കും 146 അല്ലെങ്കിൽ 142, 144 എന്ന കോഡോടുകൂടി വരുന്ന, എക്കണോമിക്സിൽ പ്രത്യേകിച്ച് 146 എന്ന കോഡിൽ വരുന്ന ആ ഒരു പേപ്പർ 2 എണ്ണം നമ്മൾ എടുക്കേണ്ടതുണ്ട്. 146 എന്നുള്ളത് വരുന്നത് എനി 2, അത് എക്കണോമിക്സ് അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ലാംഗ്വേജിൽ ഇഷ്ടംപോലെ ലാംഗ്വേജസ് ഉണ്ട്. അത് നമുക്ക് അഡ്മിഷൻ സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാവുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമില്, സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമില് നമ്മൾ എടുക്കേണ്ടതാണ്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി പ്രോഗ്രാമില് എൻവയോൺമെന്റ് സ്റ്റഡി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സെമ്മിലേക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഏറ്റവും ആനുകാലികമായി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് പാരിസ്ഥിതിക വിഷയവും. 2 സ്കിൽ ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഹിന്ദിയാണ് നിങ്ങൾ പ്രധാന വിഷയമായിട്ട് എടുക്കുന്നതെങ്കിൽ ഹിന്ദിയിലെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ള പ്രോഗ്രാമിലെ 16 ക്രെഡിറ്റിൽ നമുക്ക് ഓരോ സെമ്മിലും എടുക്കേണ്ടത് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഇല്ല, തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലുമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമ്മിലും സിക്സ്ത് സെമ്മിലും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. 183, 185 എന്നുള്ള മേഖലയിൽ വരുന്നത്, ഞാൻ പറയുന്നത് 3ാമത്തെ വർഷം ഫിഫ്ത്ത് സെമ്മിനും സിക്സ്ത് സെമ്മിനും സെലക്ട് ചെയ്യാനുള്ള സംഗതികളാണ്. അതുപോലെ തന്നെ 2ാമത്തെ വർഷം തേർഡ് സെമ്മിനും ഫോർത്ത് സെമ്മിനും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഫോർത്ത് സെമ്മിൽ സെലക്ട് ചെയ്യേണ്ടത് 183, 185 എന്ന് പറഞ്ഞ് വരുന്നത്. സ്കിൽ ആയതുകൊണ്ട് അത് എസ്സിൽ അവസാനിക്കുന്നു. അങ്ങനെയുള്ള ചില കോഡുകൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ എസ് എന്നുള്ള ടേമിൽ അവസാനിക്കുന്ന ആ ഒരു ആ കോഴ്സസിൽ 183, 185 എന്നുള്ള കോഴ്സസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതില് 16 ക്രെഡിറ്റ് ആണ് നമുക്ക് ആവശ്യം. എനി 1 ആണ് ഓരോ സെമ്മിലും ആവശ്യമുള്ളത്, എനി 2 അല്ല, എനി 1 ആണ്. ആകെ ഒരു കൊല്ലത്തിൽ 16, ആകെ നമുക്ക് ഈ 3 കൊല്ലത്തിലും കൂടി 16 ക്രെഡിറ്റ് ഈ പറഞ്ഞ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് നമുക്ക് ഉള്ളൂ. അപ്പോ സെക്കൻഡ് ഇയറില് 8 ക്രെഡിറ്റ്, അതുപോലെ തന്നെ തേർഡ് ഇയറില് 8 ക്രെഡിറ്റ്, അങ്ങനെ സെലക്ട് ചെയ്യണം. എനി 1 ആണ് ഓരോ കൊല്ലവും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 183, 185 എന്നുള്ള വിഭാഗത്തിലെ 3ാമത്തെ സെമ്മിൽ, അല്ലെങ്കിൽ 4ാമത്തെ സെമ്മിൽ 184, 186 എന്ന കോഡിൽ ഉള്ളത്. അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമ്മിൽ ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടത് 185 അല്ലെങ്കിൽ 187 എന്ന കോഡിൽ വരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് സെമ്മില്, സിക്സ്ത് സെമ്മില് 186 എന്ന കോഡിൽ വരുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നാണ് ജനറിക് എലക്ടീവ്സ് സെലക്ട് ചെയ്യേണ്ടത്. ജനറിക് എലക്ടീവ്സ് ഫസ്റ്റ് സെമ്മില്, സെക്കൻഡ് സെമ്മില്, തേർഡ് സെമ്മില്, ഫോർത്ത് സെമ്മിൽ ഇല്ല. മറിച്ച് ഫൈനൽ ഇയറിലെ ഫിഫ്ത്ത് സെമ്മിലും സിക്സ്ത് സെമ്മിലുമാണ് ഉള്ളത്. എനി 1 ആണ് എടുക്കേണ്ടത്. 171, 5ാമത്തെ സെമ്മില് 171 എന്ന കോഡിൽ വരുന്നത്, അല്ലെങ്കിൽ 173 എന്ന കോഡിൽ വരുന്നത്. 171, 173 എന്ന കോഡിൽ വരുന്ന ആ ഒരു പ്രോഗ്രാം, ആ ഒരു കോഴ്സാണ് നിങ്ങൾ ഫിഫ്ത്ത് സെമ്മിൽ സെലക്ട് ചെയ്യേണ്ടത്, ജനറിക് എലക്ടീവ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ
ജനറിക് എലക്ടീവ്സ് 6ാമത്തെ സെമ്മിലെ ലാസ്റ്റ് സെമ്മിലേക്ക് നമുക്കുള്ളത് സെലക്ട് ചെയ്യേണ്ടത് എനി വൺ ഫ്രം 172 to 174. 172, 174 എന്നുള്ള ഈവൻ നമ്പർ ഉള്ള ആ ഒരു കോഴ്സസിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്റ്റുമായി റിലേറ്റഡ് ആണ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം വേണ്ടി വരികയാണ് എങ്കിൽ നിർബന്ധമായും എന്നെ വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു കൺക്ലൂഷനിൽ ഒന്ന് ക്രോഡീകരിച്ച് ഞാൻ പറയുന്നു. കോർ കോഴ്സസ് ആയി നമുക്ക് 72 ക്രെഡിറ്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലുമാണ് ഇത് ഉള്ളത്. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും ഒരു ലാംഗ്വേജ്, ഫസ്റ്റ് ഇയറിലെ അത് പ്രാദേശിക ഭാഷ, നിങ്ങളുടെ ഭാഷ മാതൃഭാഷയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇംഗ്ലീഷോ ഹിന്ദിയോ എടുക്കാവുന്നതാണ്. തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നുള്ളത്, അത് ഏതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് എനി 2 സബ്ജക്ട് അഥവാ ഡിസിപ്ലിൻ ആണ് ഉള്ളത്. അതാണ് കോർ കോഴ്സസിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അങ്ങനെ 3 കോഴ്സാണ് നമുക്ക് ഈ കോർ കോഴ്സസ് എന്നുള്ളതിൽ. ഓരോ സെമ്മിലും 3 കോഴ്സ് ഉണ്ടാവും. 3 കോഴ്സ്, അത് ഇത് മാത്രം ഓർത്ത് വെക്കുക. ഫസ്റ്റ് സെമ്മില് 3 കോഴ്സ് CC കോർ കോഴ്സ്, സെക്കൻഡ് സെമ്മിലെ 3 കോഴ്സ് 6 കോഴ്സ്, അതുപോലെ തന്നെ തേർഡ് സെമ്മിലെ 3 കോഴ്സ്, ഫോർത്ത് സെമ്മില് 3 കോഴ്സ്, അങ്ങനെ ഉള്ളത്. അതുപോലെ അത് കൂടാണ്ട് പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് അവിടെ എടുക്കേണ്ടതില്ല. മറിച്ച് നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഉള്ളത്. അത് എൻവയോൺമെന്റൽ സ്റ്റഡിയുമായും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമായും ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തു വെക്കുക. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മനോഹരമായ ഈ എക്കണോമിക്സ് സബ്ജക്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗുണം ചെയ്യട്ടെ, ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം നിർബന്ധമായും അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ഇഗ്നോയുടെ സൈറ്റിൽ നിന്ന്, പ്രോസ്പെക്ടസിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അഡ്മിഷൻ എടുക്കുക. കഴിയുന്നത്ര തുടക്കത്തിൽ തന്നെ തിടുക്കം വയ്ക്കാതെ, എനിക്ക് വീണ്ടും പറയാനുള്ളത്, തിടുക്കം വയ്ക്കാതെ ആലോചിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം, 3 കൊല്ലത്തേക്കും ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം, ആവശ്യമായിട്ടുള്ള കോഴ്സസ് ഏതൊക്കെയാണ്, പേപ്പർ ഏതൊക്കെയാണ് എന്ന് വെൽ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോവുക. എങ്കിൽ ഒരു തരത്തിലുള്ള കൺഫ്യൂഷനില്ല, തെറ്റില്ല. എത്രയോ കുട്ടികൾ ഞാൻ അബദ്ധത്തിൽ ചെയ്തു പോയി സാർ, എന്നെ ഒന്ന് സഹായിക്കണം, തെറ്റ് തിരുത്താൻ ഒന്ന് സഹായിക്കണം എന്നുള്ളത്. ഇങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾക്ക് എംനോട്ട്സിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കാണുക. ഇത് മറ്റു സുഹൃത്തുക്കൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇതൊരു എഡ്യൂക്കേഷണൽ ചാനലാണ്. ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ 3 മിനിറ്റോ 4 മിനിറ്റോ കുറച്ച് തമാശകൾ കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ ജോക്ക് അവതരിപ്പിച്ച് കുറച്ച് സമയം കളയാനുള്ളതല്ല. സംതിങ് സീരിയസ് തോട്ടാണ്. എഡ്യൂക്കേഷണൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ആണ്. എ കംപ്ലീറ്റ് കരിയർ പാത്ത് എന്നുള്ള, കരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഉപരി പഠന മാർഗം, ഉപജീവന മാർഗം. നിങ്ങളെ സംബന്ധിച്ച് അത് ഉപരി പഠന മാർഗവുമാണ്, ചിലരെ സംബന്ധിച്ച് അത് ഉപജീവന മാർഗമായി ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ വരും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പായിരിക്കണം. ഐ എം നോട്ട് സേയിങ് പൊളിറ്റിക്കൽ എലക്ഷൻസ്, ആ ഒരു എലക്ഷൻ അല്ല ഇവിടെ. സെലക്ഷൻ അഥവാ ചോയ്സസ് അഥവാ ചൂസ് എന്നുള്ളതിനെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആ തെരഞ്ഞെടുക്കുന്നത്, കോഴ്സ് തെരഞ്ഞെടുക്കുന്നത്, പ്രോഗ്രാം തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഗാംഭീര്യം നിറഞ്ഞതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നും മുതൽക്കൂട്ടായിരിക്കുന്നതും, അതിലൂടെ നല്ല ജോലി, നല്ല കുടുംബജീവിതം, നല്ല വിവാഹ ജീവിതം, നല്ല സാമൂഹ്യ ജീവിതം, നല്ല രാഷ്ട്ര പൗരൻ എന്നുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് ഉണരാൻ ഈ എഡ്യൂക്കേഷണൽ വീഡിയോ കഴിയുമെങ്കിൽ ഞാൻ ധന്യനായി. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പഠിതാക്കൾ, പാതി വഴിയിൽ പഠനം മുടങ്ങിയ എത്രയോ ആളുകൾ, സ്വദേശത്തും വിദേശത്തുമായി നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എംനോട്ട്സിന്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. നിങ്ങളുടെ കമന്റ് അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്ക് തരാൻ താല്പര്യമുണ്ട് എങ്കിൽ ലൈക്ക് തരിക. ഡിസ്ലൈക്ക് ആണ് തരുന്നതെങ്കിൽ സന്തോഷപൂർവ്വം ഡിസ്ലൈക്ക് ചെയ്യുക. പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കണം.
Either you should give me some like or dislike, anyone. You just comment, which is a positive comment or നെഗറ്റീവ് കമന്റ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് അതൊരു പോസിറ്റീവ് കമന്റ് ആയി ഞാൻ സ്വീകരിക്കും. പക്ഷെ പോടാക്കിളവ എന്നൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനൊരു രക്ഷയില്ല. അത് ഓരോരുത്തരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള നല്ല സന്ദേശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിലും എല്ലാവർക്കും എത്താൻ സഹായിക്കുക. യങ് നോട്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രസ്ഥാനം പാതി വഴിയിൽ പഠനം മുടങ്ങിയിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക്, പഠിതാക്കൾക്ക് എത്തിച്ചേരാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ മാർഗം. നിങ്ങൾ മാത്രമാണ് മീഡിയേറ്റർ, നിങ്ങൾ മാത്രമാണ് മീഡിയം. അതുകൊണ്ട് എം നോട്ട്സിന് എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം ഐശ്വര്യം നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മുഹമ്മദ് മുബാറക്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.